ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിത്യേന നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അരി കഴുകിയ വെള്ളം കൊണ്ട് ചെയ്യാൻ പറ്റിയ പൈസ ചിലവില്ലാത്ത 2-3 ടിപ്സുകളും അതുപോലെ കഞ്ഞി വടിച്ചതിന് ശേഷമുള്ള ആ ഒരു കഞ്ഞി വെള്ളം കൊണ്ട് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാമെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കിയാൽ ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ആദ്യമായി കാണിക്കുന്നത് വെറും 3 ചേരുവ കൊണ്ട് 3 മിനിറ്റിൽ നമുക്ക് ചായ തിളക്കുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടി സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പൊരിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉത്സവക്കാലമൊക്കെ അല്ലേ, അപ്പോൾ പൊരി ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സമയം. അപ്പോൾ കുറച്ച് പൊരി ഞാൻ എടുത്തിട്ട് ഞാൻ എയർ ഫ്രയറിലാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തേങ്ങ 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇത് 3 കൂടി ചേർത്തിട്ട് ഒരല്പം 1 സ്പൂൺ വെള്ളം കൂടി തളിച്ച് നമുക്ക് എയർ ഫ്രയറിലേക്ക് 180 ഡിഗ്രിയിൽ 3 മിനിറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. 1 മിനിറ്റ് കഴിയുന്ന നേരത്ത് അതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മളതൊന്ന് അടച്ചു വെച്ച് അടുത്ത 1 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യുക. അതായത് 2 മിനിറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കുക. അവസാനത്തെ 1 മിനിറ്റ് കൂടി കഴിഞ്ഞ്, അതായത് 3 മിനിറ്റും കഴിഞ്ഞതിന് ശേഷം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മുരുമുരാന്നിരിക്കുന്ന പൊരി നനച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൊരി നനച്ചതിനേക്കാളും നല്ലൊരു ക്രിസ്പിയും എന്നാൽ ആ ഒരു തേങ്ങയുടെ ആ ഒരു വെള്ളത്തിൻ്റെയൊക്കെ അംശം ആ ഒരു മോയ്സ്റ്റായിട്ടുള്ള ഒരു പൊരി നനച്ചതാണ് നമുക്ക് കിട്ടുന്നത്. വ്യത്യസ്തമായ രീതിയിൽ എന്നാൽ വെറും 3 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഈ ഒരു ചായക്ക് കൂട്ടാൻ പറ്റിയ ഈ ഒരു പൊരി നനച്ചത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. മടിയന്മാരായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അധികം ആയാസപ്പെടാതെ വെറും 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കല്ലേ. ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, നമ്മൾ നിത്യേന അടുക്കളയിൽ കൈകാര്യം ചെയ്യുന്നതും എന്നാൽ ആവശ്യമില്ലാതെ വേസ്റ്റാക്കി കളയുന്നതുമായ അരി കഴുകിയ വെള്ളം. ദിവസേന നമുക്ക് ആവശ്യമുള്ളതാണ്. ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി നമ്മൾ കഴുകിയെടുത്തിട്ട് അതിൻ്റെ വെള്ളം കളയാറാണ് പതിവ്. അങ്ങനെ ബാക്കി വരുന്ന വെള്ളം കളയാതെ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഉപകാരങ്ങൾ ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അരി കഴുകിയ വെള്ളം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു 2 പ്രാവശ്യം കഴുകിയതിന് ശേഷമുള്ള വെള്ളമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതപ്പോൾ ഞാൻ ആവശ്യത്തിന് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. അപ്പോൾ നല്ലെണ്ണ 1 മൂടി, അതായത് 1 സ്പൂൺ അളവിന് ഞാൻ നല്ലെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതെന്തിനാണെന്നോ നമ്മൾ ഉപയോഗിക്കുന്നത്, കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും അതുപോലെ മുടിക്ക് ഒരു പ്രത്യേക ഷൈനിങ് വരാനും റഫായിട്ട് പൊട്ടിപ്പോകുന്ന ഒരു രീതിയിലുള്ള മുടിയൊക്കെ മാറിയിട്ട് നല്ല സിൽക്കി സ്മൂത്തായിട്ടുള്ള മുടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു അരിവെള്ളത്തിൽ എണ്ണ ചേർത്തിട്ടുള്ളത് തേച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. ഒരു 10 മിനിറ്റ് കണക്കിന് തേച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ. അതിന് ശേഷം ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ നേരത്തെ എടുത്ത അരി കഴുകിയ വെള്ളത്തിലേക്ക് അത്രയും തന്നെ ഇരട്ടി വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടുള്ള ചെടികൾ, അങ്ങനെ കായ്ഫലങ്ങൾ തരുന്ന ചെടികൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ഇത് വിളവ് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള വെള്ളത്തിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ്. ഇനി
അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, നമ്മൾ സാധാരണ അരി കഴുകിയ വെള്ളത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അരി വേവിച്ചതിന് ശേഷം കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കൊട്ടിക്കളയരുത്. അതിൽ നിന്നും ഒരു 2-3 സ്പൂണ് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. കുറച്ച് നേരം നമ്മൾ വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ആണെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ അധികം പുളിക്കാത്ത അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്ത് കാണിക്കുന്നത്. കുറച്ച് നേരം വെച്ച് ഒന്ന് കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ആ കൊഴുപ്പോട് കൂടിയുള്ള കഞ്ഞിവെള്ളം ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഫ്രഷ് ആയിട്ട് നമ്മളുടെ വീട്ടിൽ അലോവേര ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ആ ഒരു ജെല്ലെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അലോവേര ജെല്ലുണ്ടല്ലോ, ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള അലോവേര ജെല്ല് കയ്യിലുണ്ടെങ്കിൽ അത് ഒരു ടേബിൾ സ്പൂൺ കണക്കിന് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ ഗ്ലോ ചെയ്യാനും മുഖത്തുള്ള ആ ഒരു കറുത്ത പാടുകളും സൺ ടാൻ മൂലമുള്ള പാടുകളൊക്കെ മാറ്റി നല്ല ഫ്രഷ്നെസ് കിട്ടുന്നതാണ്, മുഖത്ത് നല്ലൊരു തിളക്കവും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ അലോവേര ജെല്ലൊക്കെ നമ്മുടെ വീട്ടിൽ ഒന്നില്ലെങ്കിൽ കടയിൽ നിന്നും വാങ്ങിയ ജെല്ലുണ്ടാവും, ഇല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ഇല്ലാത്ത വീടുകളില്ല. അപ്പോൾ അതിൽ നിന്നും ഒരു തണ്ട് പറിച്ചെടുത്തിട്ട് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് മിക്സ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക, എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. സ്കിൻ ഗ്ലോ ചെയ്യാനും ആ ഒരു പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മുഖക്കുരു മൂലമുള്ള പാടുകളാകട്ടെ അല്ലാതെ ചെറിയ ചെറിയ പാടുകളും എല്ലാം മാറ്റി മുഖം തിളക്കവും ഭംഗിയുള്ളതും ആക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് പതിവാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിടുന്ന പുതിയ വീഡിയോസ് എല്ലാം തന്നെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. കൂടാതെ ഹോം പേജിലായാലും റെക്കമെൻഡേഷൻ വഴി നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.